ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന മസാല പീനട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ കയ്യിൽ പീനട്ട് ഉണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഈ മസാല പീനട്ട് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പീനട്ട് എടുത്തിട്ടുണ്ട്. ഇത് പച്ച കപ്പലണ്ടിയാണ്, വറുത്തിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ വെള്ളമാണ്. ഈ വെള്ളത്തിൽ ഞാൻ കുറച്ച് ഉപ്പ് കലക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതിന്റെ മുകളിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒരുപാട് കൂടി പോവരുത്. ജസ്റ്റ് ഒന്ന് നനഞ്ഞു കിട്ടിയാൽ മതി. ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് വേണ്ട മാവ് തയ്യാറാക്കാം. ഈ മാവ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അരിപ്പൊടി ഏത് അരിപ്പൊടിയും എടുക്കാം. ഇനി 1/2 കപ്പ് കടലമാവും കൂടെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഇത് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അധികം വേണ്ട, കാരണം നമ്മൾ എല്ലാം കുതിർക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം വെള്ളമൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്യുക. അതിനുശേഷം വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കടലമാവ് ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം അധികമാവും. അപ്പൊ അതിനനുസരിച്ച് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കണം. അഥവാ വെള്ളം കൂടുകയാണെങ്കിൽ കടലമാവ് ഇത്തിരി കൂടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പൊ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാ പീനട്ടിലും ഇതൊന്ന് പിടിച്ച് കിട്ടണം. ഇനി ഇത് വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഓരോന്നായി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ എണ്ണയിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് കോരി മാറ്റാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല പുരട്ടിയ കടല ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിടരുത്, ഓരോന്ന് വേറെ വേറെ ആയിട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടെ കട്ട പിടിക്കും. ചെറിയ തീ കിടന്നിട്ട് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടണം. ഇനി നമുക്ക് അടുത്ത റൗണ്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ എല്ലാ കപ്പലണ്ടിയും ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ലൊരു റെഡ് കളർ ആയിട്ട് കിട്ടാറുണ്ട്. അതിന് ഫുഡ് കളർ ചേർക്കണം. ഫുഡ് കളർ ചേർക്കാഞ്ഞാൽ ഈ ഒരു കളറേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചേർത്തിട്ടുണ്ടാക്കാം. അപ്പൊ ഇനി കപ്പലണ്ടിയൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.